മറ്റൊരു വാർത്തയിലേക്ക്. എളമക്കരയിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന വൻ സംഘം പിടിയിലായിരിക്കുന്നു. യുവതിയടക്കം 6 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി എബി ചേരുന്നു. എബി, എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ആരാണ് ഇതിന് പിന്നിൽ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു റെയ്ഡ് പരിശോധന നടക്കുന്നത്. എളമക്കര എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ 6 അംഗ സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. യുവതി അടക്കം 6 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഈ എറണാകുളം കേന്ദ്രീകരിച്ച് നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന ശക്തമാക്കുന്നത്. കറുകപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ ഈ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇതിൽ യുവതി ഉൾപ്പെടെ ഏതാണ്ട് 18നും 22നും 23നും വയസ്സ് പ്രായമുള്ള ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും തന്നെയുള്ളത്. ഇവരുടെ അൽക്കാബോണി എന്ന് പറഞ്ഞ വരാപ്പുഴ സ്വദേശിയായിട്ടുള്ള യുവതിയുണ്ട്. ഒപ്പം തന്നെ അബിൻ ലൈജു തൃശ്ശൂർ സ്വദേശിയാണ്. മുഹമ്മദ് അസർ പാലക്കാട് സ്വദേശിയാണ്. നെന്മാറ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത്, പാലക്കാട് സ്വദേശിയായിട്ടുള്ള സൂരജ്, ആഷിഖ് അൻസാരി തൊടുപുഴ സ്വദേശി. ഇയാളുടെ പേരിലാണ് ഇവിടെ റൂം എടുത്തിരുന്നത്. ഇവരിൽ നിന്നും കൊക്കൈന്, മെത്ത്, കഞ്ചാവ് തുടങ്ങിയ സാധനങ്ങളാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. രാത്രി നടത്തിയ പരിശോധനയാണ് ഇത്തരത്തിൽ ഒരു ഈ ലഹരി വേട്ട തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രായപരിധി തന്നെയാണ്. 18ഉം 19ഉം 20ഉം 28 വയസ്സിനിടയിലുള്ള ആളുകളാണ് ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചിയിൽ സ്ഥിരമായി ആവർത്തിക്കപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ ഈ കറുകപ്പള്ളി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ച് തുടർച്ചയായി 3ാമത്തെ തവണയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ ആ നിലയ്ക്ക് കൂടി ശക്തമാക്കുന്നുണ്ട്. ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇവർ ഈ ആളുകൾക്ക് ലഹരി വിതരണം നടത്തുന്ന ആളുകളാണ്. ബാംഗ്ലൂരിൽ പോയി ഈ ലഹരി വസ്തുക്കൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ഇവിടെയുള്ള ആവശ്യക്കാർക്ക് ഇത് നൽകുന്ന രീതിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു നടപടിയാണ് ഇവർ ചെയ്യുന്നത്. ഇതിൽ ഇവർ ആർക്കൊക്കെ ഇത് നൽകിയിട്ടുണ്ട്, ഈ ലഹരി വസ്തുക്കൾ നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇവർ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നോട്ട് പുസ്തകം കൂടി അവിടെ നിന്ന് ഈ പരിശോധനയ്ക്കിടയിൽ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിരവധിയായിട്ടുള്ള ആളുകളുടെ പേരുകളുണ്ട്. അവർക്ക് നൽകിയിട്ടുള്ള ഈ ലഹരി വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു വിഷയം. യുവാക്കൾ ഇത്തരത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതലായി പിടിയിലാകുന്നു. രാസലഹരിയിലേക്ക് അല്ലെങ്കിൽ അതിന് വഴിപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാം. അജിംഷാദ്. ശരി, എബിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. എളമക്കര ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി പരിശോധനയിൽ വൻ സംഘമാണ്, യുവാക്കളടക്കമുള്ള സംഘമാണ് പിടിയിലായിരിക്കുന്നത്. ഒരു യുവതി ഉൾപ്പെടെ 6 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് എബി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വീക്ഷണം മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് എം മുഖപത്രം പ്രതിച്ഛായ. വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമെന്ന് പ്രതിച്ഛായ. ആത്മാഭിമാനമുള്ള ആരും UDF-ലേക്ക് തിരികെ പോകില്ലെന്നും മുഖപ്രസംഗത്തിൽ പ്രതിച്ഛായ പറയുന്നു. വിവരങ്ങളും വിശദാംശങ്ങളും